നമസ്കാരം, എല്ലാ മാന്യപ്രേക്ഷകർക്കും പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ഞാൻ സുനീഷ് തമ്പാൻ. ഇന്ന് നമ്മുടെ 56-ാമത്തെ എപ്പിസോഡാണ്. എന്തായാലും ആദ്യം തന്നെ പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ട നമ്പർ ഞാൻ പറയാം. 80 86 89 70 30. ഒന്നുകൂടി പറയാം, 80 86 89 70 30. അതായത് ഇന്നത്തെ എനർജി 3/4/2024. ആ 3ൻ്റെ ഒരു പവർഫുള്ളായിട്ടുള്ള, ഗുരുവിൻ്റെ ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു നല്ല ദിവസം തന്നെയാണ് ഇന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത്, മുൻപുള്ള എപ്പിസോഡിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് മാസ്റ്റർ നമ്പറിനെ കുറിച്ചിട്ടാണ്. മാസ്റ്റർ നമ്പറിൻ്റെ പ്രധാനപ്പെട്ട 2 നമ്പറായ 11നെ കുറിച്ചിട്ടും 22നെ കുറിച്ചിട്ടും ഇതിനു മുമ്പുള്ള എപ്പിസോഡിൽ പറഞ്ഞു കഴിഞ്ഞു. എന്നാലും നമുക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ സൂചിപ്പിക്കാം. ഇനി മാസ്റ്റർ നമ്പറിൽ 2 നമ്പർ കൂടി ബാക്കിയുണ്ട്, 33 44 എന്ന ഈ 2 നമ്പർ. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് 3/4/2024. അതായത് 3ൻ്റെ വ്യാഴത്തിൻ്റെ, അതായത് ഗുരുവിൻ്റെ ഒരു പവർഫുള്ളായിട്ടുള്ള എനർജിയാണ്. നമുക്ക് ഗുരുവിൻ്റെ എനർജീനെ കുറിച്ചിട്ട് പൊതുവെ പറയുകയാണെങ്കിൽ ക്രിയേറ്റീവായിട്ടുള്ള എനർജിയാണ്, ഒപ്പം മാസ്റ്റർ ആണ്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചിട്ടും വിശദമായിട്ട് പഠിക്കാനുള്ള ഒരു എനർജി ഇവർക്ക് ഉണ്ടാകും. അതായത് ഏത് സബ്ജക്റ്റ് ആയാലും അവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുട്ടികളെ ഒന്നല്ല ഉദ്ദേശിക്കുന്നത്, ഒരു പ്രായം ചെന്ന് ഒരു 10-25 വയസ്സായിട്ട് അവരവരുടെ കാരിയറിലേക്കൊക്കെ പ്രവേശിച്ച് കഴിയുമ്പോൾ ഏത് കാര്യത്തിനെ കുറിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു വിശദീകരണം അവർ കാരണം എല്ലാ കാര്യങ്ങളും അവർ പഠിച്ചെടുക്കാൻ തയ്യാറാവുന്ന ഒരു എനർജി തന്നെയാണ് ഗുരുവിൻ്റെ എനർജി. അതായത് ഗുരു, അതായത് 2, നമ്മുടെ 1 മുതൽ 9 വരെയുള്ള സംഖ്യയിൽ 2 ഗുരുവാണ് ഉള്ളത്. ഒന്ന് 3, രണ്ടാമത്തത് 6. അതായത് 3 പറഞ്ഞു കഴിഞ്ഞാൽ ബൃഹസ്പതി, അതായത് ദേവഗുരുവും, 6 അതായത് ശുക്രൻ്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുര ഗുരുവായിട്ടുള്ള ശുക്രാചാര്യരുമാണ്. അപ്പോൾ ഈ 2 എനർജിയും ഉണ്ട്. അതിൽ 3ൻ്റെ എനർജി, അതായത് ദേവഗുരുവാണെന്ന് പറഞ്ഞു, അതായത് മറ്റുള്ളവർക്ക് നൽകാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തിട്ടുള്ള ഒരു എനർജി കൂടിയാണ് ഈ 3 എന്നുള്ളത്. അതായത് യഥാർത്ഥത്തിൽ ഗുരു അധികം സമ്പത്തിനെ അങ്ങ് വാങ്ങിയിട്ടല്ല, അല്ലെങ്കിൽ ഒരു ദക്ഷിണയ്ക്ക് വേണ്ടിയിട്ടല്ല പൊതുവെ ആൾക്കാർക്ക് അവർ അറിവ് പകർന്നു കൊടുക്കുക. അവർ പകർന്നു കൊടുക്കുന്നത് ഗുരുവിൻ്റെ യഥാർത്ഥത്തിൽ, അതായത് അവർ യോജിച്ച, അതായത് യഥാർത്ഥ ശിഷ്യന്മാരെ കണ്ടെത്തി കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ടുള്ള എനർജി നൽകും. അപ്പോൾ അതുപോലെയുള്ള ഒരു എനർജി ആണ് 3 എന്നത്. തീർച്ചയായിട്ടും ഇവർക്ക് ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും അതുപോലെയുള്ള ബിസിനസ്സിലേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ ഉയരങ്ങളിലേക്ക് എത്താം. അതുപോലെ മറ്റുള്ളവരെ പഠിപ്പിക്കുക, അതുതന്നെയാണ് ടീച്ചിങ് ഫീൽഡാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൂടാതെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇവർക്ക് വളരെ എളുപ്പം സാധിക്കും. ക്രിയേറ്റീവായിട്ടുള്ളത് ഏത് വേണമെങ്കിലും ആകാം കേട്ടോ. ഏത് സുന്ദരമായിട്ടുള്ള ഓരോ സൃഷ്ടികളായിരിക്കാം, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഒരു വലിയ ആർക്കിടെക്ചർ ആയിരിക്കും. ഒരു കോള് വന്ന് നമുക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് കോളിലേക്ക് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, അത് കൊയിലാണ്ടിയിൽ നിന്നും ജിഷയാണ്. കൊയിലാണ്ടിയിൽ നിന്ന് ജിഷ. ആരുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ്? മോളുടെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, മോളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പറയും. 14/10/2008. 2008 അല്ലേ? പേര്? അവന്തിക TC. അവന്തിക. TC ആണോ? ഹലോ, TC എന്നാണോ? TC. അതെ. അവന്തികയുടെ സ്പെല്ലിംഗ് AVANDHI തന്നെയല്ലേ? AVANTHIKA. T ആണോ? T ഫോർ ടാറ്റ. THI അല്ലേ? KA TC. ഓക്കെ, ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം കേട്ടോ. ഒന്ന് ഹോൾഡ് ചെയ്യണം. കേൾക്കാമോ? പേഴ്സണാലിറ്റി നമ്പർ 5 and 7, ലൈഫ് പാത്ത് നമ്പർ 7 ആണ് വരുന്നത്. 5ൻ്റെ 7ൻ്റെയും കൂടി ചേരലാണ്. അവന്തിക TC എന്ന പേര് അവരുടെ കാരിയർ ലെവലിലൊക്കെ ഘട്ടം ഘട്ടമായിട്ട് ഉയരങ്ങളിലേക്ക് പോകാനുള്ള എനർജി ഉണ്ട്. പക്ഷേ
അനാവശ്യ ചിന്തകൾ കൊണ്ട് മാനസിക പ്രയാസം അനുഭവിക്കുന്ന അവസ്ഥ അതിൽ കാണാനുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യമാണ് പറയാനുള്ളത്. അതിപ്പോൾ മനപ്രയാസം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവർ ഘട്ടം ഘട്ടമായിട്ട് അവരുടെ കാരിയറിൽ ഉയരങ്ങളിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ അതാണ് ആ പേരുണ്ടത്. പേര് എത്രമാത്രം ബെസ്റ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 60% നല്ല പേരാണ്. അപ്പോൾ അതിൽ അകത്തുള്ള എനർജീസ് കുറച്ച് ഡള്ളായിട്ടുണ്ട്. എന്നിരുന്നാലും കുഴപ്പമില്ല, ഒരു എബോ ആവറേജ് ആണല്ലോ. അതാണ് പറയാനുള്ളത്. അവന്തിക TC എന്ന പേര്. ഓക്കെ, എന്താണ് അറിയാനുള്ളത്? വേറെ എന്താണ് അറിയാനുള്ളത് ഇതിൽ പ്രത്യേകിച്ച്? വേറെ നല്ല ഭാവി ജോലിയിൽ ഉയർച്ചണ്ടാതാണ്. ഓക്കെ, ഓക്കെ. ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം കൃത്യമായിട്ട് അല്ലേ? പിന്നെ എന്താ പറയുക, ഈ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇപ്പോൾ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള ബുദ്ധി, അതിനെയാണ് ബുധൻ്റെ എനർജി കൊണ്ട് സൂചിപ്പിക്കുന്നത്. അത് ആക്റ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ കാര്യങ്ങളെ പഠിച്ചെടുക്കാനും വേഗത്തിൽ മനസ്സിലാക്കാനൊക്കെ കഴിയുമെങ്കിലും ലൈഫ് പാത്തിൽ 7ൻ്റെ എനർജിയാണ്. അത് ഇമോഷണലാണ്. അത് നമ്മൾ കാണുന്നതിലല്ല, നമ്മളെ ഉപബോധ മനസ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടിച്ചേരലാണ്. അപ്പോൾ കലാപരമായിട്ടുള്ളൊക്കെ കാര്യങ്ങളിൽ നല്ല സപ്പോർട്ടീവായിട്ടുള്ള ഒരു എനർജിയാണ്. അതുകൊണ്ട് തന്നെ ഈ സെൻസിറ്റീവായിട്ടുള്ളൊരു പ്രകൃതമാണ്. അതായത് പെട്ടെന്ന് വിഷമിക്കാനുള്ള സാധ്യത കൂടുതലുള്ള എനർജിയാണ് വരുന്നത്. അപ്പോൾ ഓക്കെ, അതാണ് പറയാനുള്ളത്. അപ്പോൾ പഠിച്ച് അല്ലെങ്കിൽ നമ്മൾ സംസാരം കൊണ്ട് അല്ലെങ്കിൽ ടീച്ചിങ് ഫീൽഡിലൊക്കെ നല്ല ഉയരങ്ങളിലേക്ക് പോകാൻ വേണ്ടി പറ്റും. അതുപോലെ എക്സ്പ്ലോർ ചെയ്യുന്ന അല്ലെങ്കിൽ ടൂറിസമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതും സംസാരം കൊണ്ടുള്ള, അതായത് എന്തിലും സംസാരിച്ചുകൊണ്ട് അവർക്ക് ഉയരങ്ങളിലേക്ക് പോകാനുള്ള എനർജിയാണ് അതിൽ പ്രധാനമായിട്ട് പറയേണ്ടത്. ഓക്കെ, അതിൽ സ്പെഷ്യലി ടീച്ചിങ് ഫീൽഡാണ് പറയേണ്ടത്. ആ പേരിനെ ഒന്നും കൂടി ബെസ്റ്റ് ആയി കഴിഞ്ഞാൽ എന്താ പറയുക, അവർക്ക് കൂടുതൽ ആ ഒരു മാനസിക പ്രയാസങ്ങളൊക്കെ മാറ്റി അവരുദ്ദേശിക്കുന്ന രീതിയിലൊക്കെ തന്നെ ഉയരാനുള്ള ഒരു എനർജി ആയിട്ട് വരും. നിങ്ങളൊരു ന്യൂമറോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് അതിനെ ആ പേരിനെ ഒന്നും കൂടി പവർഫുൾ ആക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ ഗുണങ്ങൾ ഉണ്ടാകുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എങ്ങനെ അതെ, ഒരു ന്യൂമറോളജിസ്റ്റിൻ്റെ അടുത്ത് പോകേണ്ടി വരും. അപ്പോൾ അതിൻ്റെ അകത്തുള്ള, അതായത് ഒരു ആ പേരിൽ അവന്തിക എന്ന ആ അവന്തികയിൽ തന്നെ ചിലപ്പം ആ സെക്കൻഡ് നെയിം മാറ്റിക്കൊണ്ടോ എങ്ങനെ വേണമെങ്കിലും അത് ചെയ്ത് നോക്കാം. അവന്തികയുടെ ഫാദറിൻ്റെ പേര് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ നോക്കാം. ഒന്ന് പറയൂ, ഫാദറിൻ്റെ പേരെന്താ? ദിനേശ്. ദിലീപ്. അമ്മയുടെ പേരിൻ്റെ അക്ഷരമാണോ പിന്നെ സി എന്നുള്ളത്? സി എന്നത് അമ്മയുടെ പേരിൻ്റെ അക്ഷരമാണോ? ഇനീഷ്യൽ. സിന്റെ ഫുൾ ഫോം എന്താണ്? അല്ല. അമ്മയുടെ പേരിൻ്റെ അക്ഷരം എന്താണ്? ആദ്യത്തെ അക്ഷരം അമ്മയുടെ ജയാണ്. ജെ. ദിലീപ് സി എന്ന് കൊടുക്കാൻ വേണ്ടി പറ്റൂല അല്ലേ? അവന്തിക ദിലീപ് സി എന്ന്, അവന്തിക സി ദിലീപ് എന്നോ അല്ലെങ്കിൽ അവന്തിക ദിലീപ് സി എന്ന് കൊടുക്കാൻ വേണ്ടി പറ്റുമോ? ദിലീപ് സി. അത് അങ്ങനെ കൊടുക്കാൻ പറ്റുമോ നോക്കണം. അങ്ങനെ പറ്റുമെങ്കിൽ മാത്രമാണ് അത് ബെസ്റ്റ്. അല്ലാണ്ട് ദിലീപ് എന്ന് ചോദിച്ചിട്ട് അതും അവന്തികക്ക് ഡി ആക്കിയിട്ട് IH ഒഴിവാക്കിയിട്ട് ചേർക്കണം. അതായത് AVNDIK, പിന്നെ ദിലീപ് DILEEP, പിന്നെ സി എന്നുകൂടി ഇനീഷ്യലും കൂടി ചേർക്കാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ ഒരു ബെസ്റ്റായിട്ടുള്ള വളരെ പവർഫുള്ളായിട്ടുള്ള പേരായി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ പേരെന്താണ് എഴുതി വെച്ചിട്ടുണ്ടോ? അവന്തിക ദിലീപ് സി ആണോ അല്ലെങ്കിൽ ടി ആണോ? സി ഫോർ കാറ്റ്. അവന്തികയുടെ സ്പെല്ലിങ്ങിൽ ഞാൻ H ഒഴിവാക്കിയിട്ടുണ്ട്, ഡി ആക്കിയിട്ടുണ്ട്. ഡി ഫോർ ഡാൻസ്. ഡി ആക്കിയിട്ടുണ്ട്, ടി മാറ്റി. അതെ, ഡി ആണ്.
അങ്ങനെ ആയി കഴിഞ്ഞാൽ വളരെ പിന്നെ പവർഫുള്ളായിട്ടുള്ള ഒരു പേരായിട്ട് വരും. ഓക്കെ 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 എങ്കിൽ അത് നോക്ക്, മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റുമോ നോക്ക്, വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പോൾ എന്തായാലും കൊയിലാളിയിൽ നിന്ന് പിന്നെ അവന്തികയുടെ അമ്മ ജിഷ ആണ് വിളിച്ചത്. അപ്പം ആ ഒരു എനർജീൻ്റെ പ്രത്യേകത പിന്നെ 14 ആണ്. 14 പറഞ്ഞാൽ 5ൻ്റെ എനർജി, ലൈഫ് പാത്ത് നമ്പർ 7. അപ്പോൾ ഈ 5ൻ്റെയും 7ൻ്റെയും കൂടിച്ചേരൽ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 5 രണ്ടും പിന്നെ മനസ്സിൻ്റെ പ്രതീകം തന്നെയാണ്. 5ഉം 7ഉം 5ൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള ബുദ്ധി, അതായത് പ്രസൻറ്റ് ടെൻസ് എന്നൊക്കെ പറയുന്നല്ലേ, അതുപോലെ ഇപ്പോഴുള്ള അവസ്ഥ. അപ്പോൾ ഇപ്പോഴുള്ള ഇത് കൃത്യമായിട്ട് ബുദ്ധി പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരാൾ സംസാരിക്കുന്നത് കേൾക്കാനും അതിന് കൃത്യമായിട്ടുള്ളൊരു മറുപടിയൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റുന്നത് ഇതുപോലെയുള്ള, അതായത് പിന്നെ ഡയറക്റ്റ് ഇപ്പോഴുള്ള ആ ഒരു ചിന്തക്ക് എത്രമാത്രം പവറുണ്ട് അതിനനുസരിച്ചിട്ടാണ് അതുണ്ടാവുക. പലർക്കും ഇപ്പോൾ കേൾക്കുന്നത്, ഒരാൾക്ക് ഒരു കാര്യം കേൾക്കുമ്പോൾ തന്നെ ചിലപ്പോൾ അവർക്ക് ഓർമ്മയുള്ള മറ്റു കാര്യത്തിനെക്കുറിച്ച് ചിന്തിച്ച് അവർ മറ്റൊരു ദിശയിൽ പോകും, അല്ലെങ്കിൽ മറ്റൊരു തരത്തില്ല. അപ്പോൾ ഒരു കാര്യം തന്നെയാണ് ഓരോ വ്യക്തി കേൾക്കുന്നതെങ്കിലും അത് വ്യത്യസ്തമായിട്ടാണ് ഓരോരാൾക്കും അനുഭവപ്പെടുക. പക്ഷേ ഈ ബുധൻ്റെ എനർജി കൃത്യമായിട്ടുള്ള ആൾക്കാർക്ക് എന്താണോ ഞാൻ പറയുന്നത് അത് അങ്ങനെ തന്നെ കൃത്യമായിട്ട് കേൾക്കാനും അത് മനസ്സിലാക്കാനും മുൻവിധിയില്ലാണ്ട് ആ കാര്യങ്ങളെ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കിയെടുക്കാനും സാധിക്കും. അതേസമയം 7 എന്നത് ആദ്യം പറഞ്ഞ പോലെ അത് ഉപബോധ മനസ്സാണ്. അതായത് കൃത്യമായിട്ടുള്ള നമ്മളിപ്പം കേൾക്കുന്നതുമായിട്ടുള്ള ബുദ്ധിയല്ല, അവർ മുന്നേ അവരുടെ മനസ്സിലുള്ള കാര്യവും അവർ എന്ത് സ്പിരിച്വലായിട്ടുള്ള ചിന്തകൾ കൊണ്ടാണ് ജീവിക്കുന്നത്, ഇതൊക്കെ അത് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ചിന്തയാണ്. അപ്പോൾ രണ്ടും പിന്നെ ബുദ്ധിയുടെ പ്രതീകം തന്നെയാണെങ്കിലും ഒന്ന് ഇപ്പോഴുള്ളതും ഒന്ന് ഉപബോധ മനസ്സിൻ്റെയും സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയില്ലേ അതിൻ്റെയും പ്രതീകമാണ്. കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്. കോൺഷ്യസ് മൈൻഡാണ് 5. അപ്പോൾ ആ 5നും 7നും അങ്ങനെ പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു പേര് വേണം. അങ്ങനെയാണെങ്കിൽ അവർക്ക് മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കാം. ഈ 5 എന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അവർക്ക് മറ്റുള്ളവരുടെ മനസ്സിനെ ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ 7 എന്നതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായിട്ടുള്ള ഉപദേശങ്ങൾ നൽകാനും സാധിക്കും. ഇപ്പം ഇവർക്ക് ഈ പറഞ്ഞ കുട്ടിക്ക് നമുക്ക് ഒരു ആത്മീയ ഗുരുവിനെ പോലെ കാര്യങ്ങളൊക്കെ ഉപദേശിക്കാനൊക്കെ നമുക്ക് വേണം പറയാം. അപ്പം അങ്ങനെയൊന്നും നമുക്കൊരു ഫീൽഡ് ഇല്ലല്ലോ അല്ലേ, പഠിച്ച് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ടീച്ചിങ് ഫീൽഡ് തന്നെയാണ് അവർക്ക് ഏറ്റവും ഉത്തമം. ആൾക്കാരെ കുറേ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനൊക്കെയുള്ള ഒരു പവർഫുൾ. അപ്പോൾ നമുക്ക് അടുത്തൊരു കോൾ വന്ന് വെയിറ്റ് ചെയ്യണം. നമുക്ക് കോളിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. എൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? എൻ്റെ പേര് ഷീന. ഋഷി? ഷിന. ഷിന എവിടെ നിന്നാണ്? തൃശ്ശൂർ. ഓക്കെ. ഷിനയുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണോ? അതെ. ഓക്കെ. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ ഷിനയുടെ. 21/10/2000. ഹലോ. ഷിന. ഇനി സെക്കൻഡ് നെയിം, സർനെയിം എന്താണ്? CA അല്ലേ? CH. ഓക്കെ. H ആണോ S ആണോ? ഷിന CS എന്നാണ് ഇനീഷ്യൽ. S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S സ്റ്റാൻഡ് ഫോർ? അച്ഛന്റെ പേര് ഷാബു. ഓക്കെ. ഷാജു. ഓക്കെ. ഷാജു. ഓക്കെ. CS അല്ലേ? ഓക്കെ. അപ്പോൾ SHINACS. ഓക്കെ. ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം. നിങ്ങൾ സ്പീക്കർ ഓൺ ചെയ്തിട്ടാണോ ഉള്ളത്? സ്പീക്കർ ഒന്ന് ഓഫ് ആക്കുക. സ്പീക്കർ ഓഫ് ആക്കിയിട്ട് ഒന്ന് നിങ്ങൾ സൈലന്റ് ആയ സ്ഥലത്തേക്ക് ഒന്ന് മാറി. ഇപ്പൊ ക്ലിയർ ആയില്ലേ? ഓക്കെ. അതാണ് പ്രശ്നം. അപ്പോൾ ഷീന CS. അപ്പോൾ ഈ ഇംഗ്ലീഷിലത്തെ സ്പെല്ലിങ് പറയുമ്പോഴേ എല്ലാവർക്കും ഉള്ള കൺഫ്യൂഷനാണ്. ഒരേ സൗണ്ടിലാണ് ഇവിടെ കേൾക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ കൃത്യമായിട്ട് അത് പ്രൊണൗൺസിയേഷൻ മനസ്സിലാവണമെങ്കിൽ അത് ക്ലിയർ ആയിട്ട് തന്നെ പറയണം, എന്ന് കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്ക് ഞാനൊന്ന് നോക്കിയിട്ട് പറയാം.
ഓക്കെ, ഷീന കേൾക്കാമോ? ആ കേൾക്കാം. അപ്പോൾ ഷീന എന്നുള്ളതിൻ്റെ സ്പെല്ലിംഗ് SHINA തന്നെയല്ലേ? SHINA. ഓക്കെ. അപ്പോൾ പേഴ്സണാലിറ്റി നമ്പർ 3, ലൈഫ് പാത്ത് നമ്പർ 6 ആണ് വരുന്നത്. അപ്പോൾ പൊതുവേ ഈ 3ൻ്റെയും 6ൻ്റെയും കൂടിച്ചേരൽ വരുമ്പോഴേക്കും നല്ല പവർഫുള്ളായിട്ടുള്ള ഒരു പേര് വേണം. ഇപ്പോൾ ഉള്ള പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല, വിദ്യാഭ്യാസപരമായിട്ടൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന പേര് തന്നെയാണ്. എന്നിരുന്നാലും ഒരു എന്താ പറയുക, എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പേര് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. എങ്കിലും ഒരു 60%, ഒരു 70%ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. 21 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദ ലക്കിയസ്റ്റ് ഏഞ്ചൽ നമ്പറാണ് 3യുടെ. അപ്പോൾ നിങ്ങളുടെ ഡേറ്റും, അതായത് ബർത്ത് ഡേറ്റും 21 അപ്പോൾ അത് പൊതുവേ നല്ലതാണ്. പക്ഷേ ലൈഫ് പാത്ത് നമ്പറിലുള്ള 6 ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം അതിൽ ഉണ്ട്. അപ്പോൾ അതിനാണെങ്കിൽ ഒന്നുകൂടി പേരിനെ ബെസ്റ്റ് ആക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ. അപ്പോൾ ഈ ഷാജു എന്ന് വെച്ചിട്ട് നോക്കണോ? ഞാൻ ഒന്ന് ചെക്ക് ചെയ്യാം എന്തായാലും. ഷീന എസ് എന്ന് മാത്രമാണെങ്കിൽ ഒരു നല്ല പവർഫുള്ളായിട്ടുള്ള പേരായിട്ട് മാറും. അല്ലെങ്കിൽ ഷീന സി എന്നായാലും കുഴപ്പമില്ല. ഏതെങ്കിലും ആ ഒരു ലെറ്റർ ന്യൂമറോളജി പ്രകാരം ആണെങ്കിൽ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള പേരാണ്. അത് സി ആണെങ്കിലും എസ് ആണെങ്കിലും ഒരുപോലെയാണ്. CS എന്ന് വരുമ്പോഴേക്കും നമുക്ക് ആ എനർജിയിൽ സപ്പോർട്ടീവ് അല്ലാത്തൊരു എനർജിയിലേക്ക് വരും. ഓക്കെ. അപ്പോൾ അത് അങ്ങനെ മാറ്റം വരുത്താൻ വേണ്ടി പറ്റുമെന്ന് നോക്കുക. ഒന്നിക്കൽ ഷീന എസ് എന്ന് ഇടുക, അല്ലെങ്കിൽ ഷീന സി എന്ന് വെക്കുക. അതൊക്കെ അപ്പോൾ ഇതിൽ ഈ ഇങ്ങനെ ഒരു പേരിൽ ഞാൻ അതാണ് പറഞ്ഞത്, പലതിനും കാലതാമസം എന്നുള്ളത് അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പേര് എന്നത്. അപ്പോൾ പേര് ഇങ്ങനെ ഒരു മാറ്റം വരുത്തുമ്പോഴേക്കും അതിന് അനുകൂലമായിട്ടുള്ള ഫലങ്ങളും കൂടുതൽ ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഈ പേര് വെച്ചിട്ട് ഇങ്ങനെ പോകുമ്പോഴാണെങ്കിൽ കുറച്ചും കൂടി താമസം, അങ്ങനെയാണ് അതിൻ്റെ ഫലം പറയേണ്ടത്. മറ്റൊരു ഞാൻ പറഞ്ഞൊരു പേരിലേക്ക് മാറ്റുകയാണെങ്കിൽ കുറച്ചും കൂടി കാര്യങ്ങൾ എളുപ്പമാകും. അപ്പോൾ ഒരു റിസൾട്ട് എന്ന് പറയുമ്പോഴേക്കും പറയേണ്ടത് ഈ ന്യൂമറോളജി പ്രകാരം പറയുമ്പോഴേക്കും നമുക്ക് കൃത്യമായിട്ടുള്ള പേര്, നമ്മൾ ലക്കിയസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു കാര്യമാണ് പറയേണ്ടത്. ഇനി അതല്ല എങ്കിൽ മറ്റൊരു കാര്യമാണ് പറയേണ്ടത്. അപ്പോൾ ഇപ്പോഴുള്ള അവസ്ഥ എന്തായാലും ഞാൻ പറയാം. ഈ വർഷം എങ്ങനെ പോകുന്നു എന്നുള്ളത് ഞാൻ പറയാം. നിങ്ങൾക്ക് ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഓക്കെ, നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ജോലി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വർഷം ലഭിക്കാനുള്ള സാധ്യത കൂടുതലുള്ള വർഷം തന്നെയാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ വിദ്യാഭ്യാസ പരമായിട്ടൊക്കെ നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ടുള്ളതാണ് പേരായാലും ഡേറ്റ് ഓഫ് ബർത്ത് ആയാലും. അപ്പോൾ നിങ്ങൾ എന്താണ് പഠിക്കുകയൊക്കെ ചെയ്തത്? ഏതാണ്? PG ചെയ്യുന്നതേ ഉള്ളൂ അല്ലേ? ഓക്കെ. എന്തായാലും വിദ്യാഭ്യാസപരമായിട്ട് നന്നായിട്ട് സപ്പോർട്ടുണ്ട്. നിങ്ങൾ ജോലിയിലേക്ക് ഇറങ്ങുമ്പോഴേക്കും ആ പേരിൽ ഒന്നും കൂടി മാറ്റം വരുത്തി കഴിഞ്ഞാൽ കൂടുതൽ ഗുണം ഉണ്ടാകും. എന്തായാലും ഈ വർഷം പോകുന്നത് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങളെ അനുകൂലമാക്കിക്കൊണ്ട് തന്നെ പോകാം. ഓക്കെ. അപ്പോൾ എന്തായാലും ആ പേരിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ മാറ്റം എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ അതും നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഷീന ആണ് വിളിച്ചത്. അപ്പോൾ പേരിൽ പേഴ്സണാലിറ്റി നമ്പർ 3ഉം ലൈഫ് പാത്ത് നമ്പർ 6ഉം ആണ് പറഞ്ഞത്. ഞാൻ ഇതിന് മുമ്പുള്ള എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് 3ഉം 6ഉം ഒന്നിച്ച് വന്നു കഴിഞ്ഞാലുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടൊക്കെ. എന്തായാലും നമുക്കൊരു ചെറിയൊരു ബ്രേക്കിന് പോകേണ്ട സമയമായി. ബ്രേക്കിന് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. വെൽക്കം ബാക്ക് ടു പേരിൻ്റെ വിസ്മയം. നമുക്ക് ഒരു കോൾ വന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോളിലേക്ക് തന്നെ പോവാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? രജിത? നികിത എവിടെന്നാ വിളിക്കുന്നത്? കൊല്ലം ജില്ലയെ കൊട്ടാരക്കരയാണ്. കൊട്ടാരക്കര. ഓക്കെ. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 22/2/2012. ഇത് നികിതയുടെ ആരാ വിളിക്കുന്നത്?
നികിതയുടെ മുത്തശ്ശി. മുത്തശ്ശി. നികിതയുടെ ഫുള്ളായിട്ടുള്ള പേര് പറയും. നിഖിത നികിത മനോജ്. മനോജ്. ഓക്കെ, ഒന്ന് ഹോൾഡ് ചെയ്യണേ, ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. ഓക്കെ. നികിതയുടെ സ്പെല്ലിംഗ് NIKHITHA അല്ലേ? ആ, KH ഉണ്ടല്ലോ അല്ലേ? നികിത ഉണ്ട്. ഓക്കെ, നികിത മനോജ് പേര്. അപ്പോൾ നികിത മനോജ് എന്ന് പറയുമ്പോൾ പൊതുവെ വലിയ ദോഷം പറയാനില്ല പേരിന്. കുഴപ്പമില്ലാത്തൊരു പേരാണ്. ഒരു എബോ ആവറേജ് ആയിട്ടുള്ള പേരാണ് എന്ന് വെച്ചിട്ട് അതിൻ്റെ എല്ലാ തരത്തിലും അത് ഇതല്ല, ഒരു ലക്കിയസ്റ്റ് ആയിട്ടില്ല. അതായത് കുട്ടിയുടെ ലക്കിയസ്റ്റ് ആയിട്ടുള്ള ഒരു എനർജിയിൽ വന്നിട്ടുണ്ട്. പക്ഷെ അകത്തുള്ള എനർജീസ് ഒന്നും അത്ര പെർഫെക്റ്റ് അല്ല. എങ്കിലും നമുക്ക് പൊതുവെ കുഴപ്പമില്ലാത്തൊരു പേരെന്ന് പറയാം. അപ്പോൾ അങ്ങനെയാണ് പറയേണ്ടത്. അപ്പോൾ പേഴ്സണാലിറ്റി നമ്പർ 4, ലൈഫ് പാത്ത് നമ്പർ 2 ആണ്. അപ്പോൾ 4ൻ്റെയും 2ൻ്റെയും കൂടിച്ചേരലാണ്. അതുകൂടാതെ ഒരു മാസ്റ്റർ നമ്പറാണ് പേഴ്സണാലിറ്റിയിലുള്ളത്, 22 എന്ന നമ്പർ. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ പൊതുവെ സപ്പോർട്ടീവാണ്. എന്നിരുന്നാലും ആ മികച്ച പേര് കൂടി ആയതുകൊണ്ട് സപ്പോർട്ടീവ് ആണെന്ന് പറയാം. അല്ലെങ്കിൽ 4ഉം 2ഉം ആകുമ്പോഴേക്കും കുറച്ച് സ്ട്രഗ്ലിംഗ് ആണ് പൊതുവെ പറയേണ്ടത്. പക്ഷേ പേര് കുഴപ്പമില്ലാത്തതുകൊണ്ട് കാര്യങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് ആഗ്രഹിക്കുന്ന പോലെ തന്നെ നേടിക്കൊണ്ട് പോകാനൊക്കെയുള്ള എനർജി അതിൽ കാണുന്നുണ്ട്. പിന്നെന്താണ് അറിയേണ്ടത് മുത്തശ്ശിക്ക്? ഏകദേശം എത്ര വയസ്സാകുമ്പോഴേക്ക് വിവാഹമൊക്കെ നടന്നേക്കും? വിവാഹം ഒരു മിനിറ്റ്. ഹലോ, കേൾക്കാമോ? കുട്ടിയുടെ ഒരു 25 വയസ്സിലൊക്കെ സാധ്യത ഇതിൽ ന്യൂമറോളജി പ്രകാരം കാണുന്നുണ്ട്. വിദ്യാഭ്യാസം കൊണ്ട് വിദ്യാഭ്യാസം, അതെ, വിദ്യാഭ്യാസം സപ്പോർട്ടീവ് ആണ്. അവർ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഉയർന്ന വിദ്യാഭ്യാസമൊക്കെ നേടാനുള്ള എനർജി ഇതിൽ കാണുന്നുണ്ട്. വിവാഹവും അത് അവരുടെ ഇഷ്ടം പോലെ തന്നെയാണ് നടക്കുക. അപ്പോൾ അത് ഒരു 25 വയസ്സൊക്കെ ആണ് ഇതിൽ ന്യൂമറോളജി പ്രകാരം കാണുന്നത്. പിന്നെ വേറെന്താണ് അറിയേണ്ടത്? പിന്നെ മറ്റൊരു കുട്ടിയുടെ ഇല്ല, അത് അടുത്ത പ്രാവശ്യം നോക്കാം. ഈ കുട്ടിയുടെ ഇനി വേറെ അറിയാനൊന്നുമില്ലല്ലോ. ഓക്കെ, എന്തായാലും അടുത്തൊരു കോൾ വെയിറ്റ് ചെയ്യാണ്. ഹലോ ഹലോ പറഞ്ഞോളൂ. എന്തെങ്കിലും സർക്കാർ ജോലിയിലേക്ക് പ്രവേശിക്കുമോ കുട്ടി? ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് അനുകൂലമായിട്ടില്ല. അവർക്ക് സർക്കാർ ജോലി തന്നെ ഇഷ്ടമാകണം എന്നില്ല ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. അവർക്ക് സർക്കാർ ജോലിയിൽ കാണും എത്രയോ ഇരട്ടി ശമ്പളം വാങ്ങുന്ന മറ്റു ജോലികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അവർ എന്താ പറയുക, അത് തന്നെ പോകണം എന്നുള്ള ഒരു നിർബന്ധവും ഇതിൽ കാണുന്നില്ല. അവർ ആഗ്രഹിക്കുന്ന പോലെയുള്ള ജീവിതമാണ് അവർ ഫോളോ ചെയ്യുക. അതെ. കുട്ടിയുടെ മാതാപിതാക്കൾക്ക് എങ്ങനെയുണ്ട്? മാതാപിതാക്കളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ പിന്നീട് ഒരു അവസരത്തിൽ നോക്കാം. ഓക്കെ, ഞാൻ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച് ഞാൻ പിന്നീട് ഒരു ദിവസം നോക്കിയിട്ട് പറയാം തീർച്ചയായിട്ടും. ഇത് ഓക്കെ, ഇവരുടെ കാരിയറിനായാലും ഇതിനൊക്കെ അനുകൂലമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ആണുള്ളത്. പേര് സപ്പോർട്ടീവ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ, ശരി. അപ്പോൾ പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. കൊല്ലത്തുനിന്ന് ആണ് വിളിച്ചത്. നികിതയുടെ അമ്മുമ്മ മുത്തശ്ശിയാണ് വിളിച്ചത്. ഓക്കെ, എന്തായാലും ഞാൻ ഇതിന് മുമ്പെയുള്ള എപ്പിസോഡിൽ കൃത്യമായിട്ടുള്ള പറഞ്ഞ ഒരു കാര്യമാണ് 22നെ കുറിച്ചിട്ടുള്ള മാസ്റ്റർ നമ്പറാണ്. അവർ ക്രിയേറ്ററാണ്, അവർ ബിൽഡേഴ്സാണ്. പുതിയ കാര്യങ്ങളെ ഇവിടെ സൃഷ്ടിക്കാനുള്ള വളരെ പവർഫുള്ളായിട്ടുള്ള എനർജിയാണ്. അതുപോലെ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു കുഴപ്പമില്ലാത്ത ഒരു പേരും കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് മതി. അപ്പോൾ അങ്ങനെ ഒരു ഉയരങ്ങളിലേക്ക് പോകാനുള്ള എനർജി അതിന് ഉണ്ട്. അപ്പോൾ അടുത്തൊരു കോൾ നമുക്ക് വന്ന് വെയിറ്റ് ചെയ്യേണ്ടത്. നമുക്ക് കോളിലേക്ക് തന്നെ പോവാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
ഹലോ, ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഞാന് നിരഞ്ജന്റെ അമ്മയാ. നിരഞ്ജന്റെ കാര്യം അറിയാൻ വേണ്ടിട്ടാ വിളിച്ചത്. ഓക്കെ, എവിടുന്നാ വിളിക്കുന്നത്? ഇത് കൊട്ടാരക്കര പുത്തൂര്. കൊട്ടാരക്കര. ആ, കര. പേരെന്താ പറഞ്ഞത്? നിതിൻ. നിരഞ്ജൻ. നിരഞ്ജൻ. ഓക്കെ. ആ ആ നിരഞ്ജൻ. സെക്കൻഡ് നെയിം, സർനെയിം എന്താണ്? നിരഞ്ജൻ MR. MR. ഓക്കെ. ആ, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ നിരഞ്ജൻ MRന്റെ. 1/10/2010. 1/10/2010. ഓക്കെ. കേൾക്കാമോ? പേഴ്സണാലിറ്റി നമ്പർ 1, ലൈഫ് പാത്ത് നമ്പർ 5. 1ന്റെയും 5ന്റെയും കൂടിച്ചേരലാണ്. പൊതുവെ നല്ലൊരു കൂടിച്ചേരലായിട്ട് വേണം കരുതാൻ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഒരു അപ്പോൾ പേഴ്സണാലിറ്റി നമ്പർ 1, ലൈഫ് പാത്ത് നമ്പർ 5 ആണ്. പൊതുവെ ഒരു നല്ല കൂടിച്ചേരലാണ് 1ന്റെയും 5ന്റെയും കൂടിച്ചേരൽ. അപ്പോൾ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു ആവറേജ് പേരാണ്. നിരഞ്ജൻ MR എന്ന് പറയുമ്പോഴേക്കും കുഴപ്പമില്ലാത്ത ഒരേപ്പോൾ ആവറേജ് ആണെന്ന് തന്നെ പറയാം. 27 വരുന്ന ഒരു എനർജിയാണ്. തീർച്ചയായിട്ടും 9 ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ലക്കിയസ്റ്റ് ആയിട്ടുള്ള നമ്പർ തന്നെയാണ് കുട്ടീനെ സംബന്ധിച്ചിടത്തോളം. അതേസമയം പേരിൽ പിന്നെ അതിൻ്റെ അകത്തുള്ള പേരിനകത്ത് കുറച്ച് എനർജീസ് ഉണ്ട്. അപ്പോൾ അതിൽ ഒരു ബെസ്റ്റ് ആയിട്ടുള്ളതല്ല ഉള്ളത്. അപ്പം അതും ഒരു ന്യൂമറോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ചെയ്യുന്നതായിരിക്കും നന്നാകുക. കാരണം ഇമോഷണലി അല്ലെങ്കിൽ മനഃപ്രയാസം, അനാവശ്യ കാര്യങ്ങൾ ചിന്തിച്ചിട്ടുള്ള മനഃപ്രയാസങ്ങൾ അത് ഈ പേരിൻ്റെ എനർജിയിൽ നന്നായിട്ട് കാണാനുണ്ട്. പക്ഷേ കാരിയർ ലെവലിൽ സപ്പോർട്ടീവ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇന്ന് കുറച്ച് വന്ന കോളിൻ്റെ ഒക്കെ സെയിം പാറ്റേൺ ആയിരുന്നു. അത് പ്രേക്ഷകരോട് പറയുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു എനർജിയാണ് ഈ ഡേറ്റ് ഓഫ് ബർത്തിലുള്ളത്. അപ്പോൾ ഈ നിരഞ്ജൻ MR എന്നുള്ളത് പേരിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തി നോക്കണോ? നിരഞ്ജൻ MRന്റെ വിദ്യാഭ്യാസം, ജോലി, ഈ എന്താ പറയുക, ഇതിൽ ഇതേ ഒരു പേര് വെച്ചിട്ട് പോകുമ്പോഴേക്കും ഞാൻ പറഞ്ഞല്ലോ ഇമോഷണലി കുറച്ച് സ്ട്രഗിളിങ് അനുഭവിക്കുന്ന ഒരവസ്ഥ കാണാം ഇതേ പേര്. അപ്പോൾ അതൊരു ലക്കിയസ്റ്റ് ആയിട്ടുള്ള പേര് വെക്കുമ്പോഴേ ഈ വിദ്യാഭ്യാസത്തിലും എല്ലാ കാര്യത്തിലും കൂടുതൽ ഗുണമുണ്ടാവും. പൊതുവേ ഡേറ്റ് ഓഫ് ബർത്ത് അനുകൂലമാണ്. അപ്പോൾ അതിന് കുറച്ചും കൂടി മനപ്രയാസം ഉണ്ടാക്കുന്നതാണ് പേര് ഉള്ളത്. മനസ്സിലായോ? അപ്പോൾ ആ പേര് മാറ്റിക്കഴിഞ്ഞാൽ ഞാൻ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഒരു കാര്യം പറയേണ്ടത്. ഈ പേര് തന്നെ വെച്ച് പോവുകയാണെങ്കിൽ ഞാൻ മറ്റൊരു കാര്യമാണ് പറയേണ്ടത്. ഓക്കെ. അപ്പോൾ ഈ കാര്യം വെച്ച് പോകുമ്പോഴേക്കും ഓക്കെ, കുഴപ്പമില്ല. പല കാര്യങ്ങളും തീരുമാനിക്കുകയും ഒരു കാര്യത്തിലേക്ക് ലക്ഷ്യം വെച്ച് പോവുകയും കുറച്ച് കാലം കഴിയുമ്പോൾ ആ ലക്ഷ്യത്തിനെ മാറേണ്ടി വരുന്ന അവസ്ഥയൊക്കെ ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ പേരിനെ ഒന്നും കൂടി പവർഫുള്ളാക്കി പോയി കഴിഞ്ഞാൽ മകൻ്റെ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് തന്നെ പോകുവാനും ഇതിനൊക്കെയുള്ള എനർജി ഉണ്ട്. പൊതുവെ ഞാൻ വീണ്ടും പറയാം, പൊതുവെ നല്ലൊരു ഡേറ്റ് ഓഫ് ബർത്ത് ആണ് കുട്ടിയുടേത്. ഓക്കെ. ഈ പേരും കൊണ്ട് മുന്നോട്ട് പോയാൽ ഈ പേരിൽ ചെറിയ മാറ്റം വരുന്നത് ജോലിയും ശരിയാവത്തില്ലെന്നാണോ? വിദ്യാഭ്യാസവും ശരിയാവും, ജോലിയും ശരിയാവും. പക്ഷെ അവന് മാനസിക പ്രയാസം അതല്ല. വിദ്യാഭ്യാസവും ജോലിയിലേക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മാനസിക പ്രയാസം. ഓക്കെ. വിദ്യാഭ്യാസവും ജോലിയും ഓക്കെ, അതൊക്കെ ഒരു കരിയറിന് ലെവലിൽ ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. നാളത്തെ കാര്യം എൻ്റെയർ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ലോകം. ഓരോരോ ജോലിയും ഓരോരോ ജോലി സാധ്യതകളും നമ്മൾ ഉദ്ദേശിക്കുന്ന ജോലിയല്ല അടുത്ത ഒരു സമയത്ത് ഇമ്പോർട്ടൻ്റ് ഉള്ളത്. അപ്പോൾ എന്തായാലും വിദ്യാഭ്യാസം വേണം തന്നെയാണ് പറയേണ്ടത്. നമ്മൾ ക്രിയേറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റ് ഡെവലപ്മെൻറ്റ് ചെയ്യലാണ് ഏറ്റവും വലിയ ഇപ്പോൾ അറിവ്. അല്ലാതെ ഇപ്പം ലോകത്തിലിപ്പോൾ ഏത് അറിവും ഇപ്പോൾ ആരോട് ചോദിച്ചു കഴിഞ്ഞാലും പറയാൻ വേണ്ടി പറ്റും. അവർക്ക് 2 മിനിറ്റ് 1 മിനിറ്റ് ഇപ്പോൾ 1 മിനിറ്റ് തന്നെ വേണ്ട, സമയം കൊടുത്താൽ മതി. എല്ലാം നമ്മുടെ വിരൽത്തുമ്പിലുണ്ട് അറിവ്. അപ്പം ഈ പറഞ്ഞ പോലെ ബൈഹാർട്ടാകേണ്ട കാര്യമൊന്നും ഇപ്പോഴെവിടെയുമില്ല. അങ്ങനെയുള്ളൊരവസ്ഥയിലാണ് ഇപ്പോൾ ലോകമുള്ളത്. അപ്പോൾ ക്രിയേറ്റീവായിട്ടുള്ള പുതിയ പുതിയ കാര്യങ്ങൾ ഡെവലപ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് തന്നെയാണ് ഇനിയുള്ള കാലത്ത് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു എനർജി പ്രകാരം അതിനൊക്കെ സാധ്യമാണ്
നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വിദ്യാഭ്യാസം നേടുക അല്ല ഇനിയുള്ള കുട്ടികളുടെയൊക്കെ ലക്ഷ്യം ഉണ്ടാവുക. അപ്പോൾ അവർ ക്രിയേറ്റീവായിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾ വിദ്യാഭ്യാസം നേടിയതിനെ കൊണ്ട് അറിവുണ്ടാക്കാനാണ് ഓക്കെ, കുഴപ്പമില്ല. അല്ല നിങ്ങൾ അതിനെക്കൊണ്ട് ജോലി മേടിച്ച് സമ്പത്ത് ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അപ്പോൾ ഈ വിദ്യാഭ്യാസത്തിന് വലിയ എന്താ പറയുക, അതിന് വലിയ റോളില്ല എന്നുള്ള അവസ്ഥയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രകാരം മാനസിക പ്രയാസം ഉള്ള ഒരു എനർജിയാണ്. അപ്പോൾ ആ പേരിന് ഒന്നും കൂടി ബെസ്റ്റ് ആയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു അനുഭവം, അല്ലെങ്കിൽ കൂടുതൽ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു അനുഭവം ഉണ്ടാവും നിരഞ്ജൻ MRന്. ഓക്കെ, എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. ഓക്കെ 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 ശരി. അപ്പോൾ പേഴ്സണാലിറ്റി നമ്പർ 1 ലൈഫ് പാത്ത് നമ്പർ 5 ആയിരുന്നു ആ കുട്ടിയുടെ പേഴ്സണാലിറ്റി ലൈഫ് പാത്തും. അത് പൊതുവേ നമുക്ക് നല്ല കാര്യം തന്നെയാണ് പറയേണ്ടത്, അതിന് ദോഷം പറയാനില്ല. പക്ഷേ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കുറച്ച് നല്ല ഡേറ്റ് ഓഫ് ബർത്ത് എന്നോട് പറയാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പെടുന്ന ഒരു നമ്പർ തന്നെയാണ് ഇപ്പോഴും ഈ കുട്ടിയുടേത്. എങ്കിൽ അതിൽ എന്താ പറയുക, ഞാനിപ്പം ഈ 1, 5 എന്ന് കാണുമ്പോൾ നമുക്ക് ഒരടിക്ക് നമുക്കൊരു ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വം പറയുകയാണെങ്കിൽ നമ്മുടെ ദുൽഖർ സൽമാൻ്റെ എനർജി ഇതാണ് 1, 5 എന്നുള്ളൊരു കൂടിച്ചേരലാണ്. അത് പൊതുവെ ഒരു മികച്ച ഒരു കൂടിച്ചേരൽ കൂടി ആയിട്ട് വേണം കരുതാൻ. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു പേര് കൂടി വേണം. പേരിനകത്ത് നമ്മുടെ അതിൻ്റെ അകത്തുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിലത്തെ ഒരു കാര്യം പറയുന്നത് നമ്മളെ എങ്ങനെ ഫീൽ ചെയ്യുന്നു, നമ്മൾ എത്രമാത്രം ഹാപ്പിയാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് ഏറ്റവും മികച്ചതാണെങ്കിൽ മാത്രമാണ് ഒരു വ്യക്തി എത്ര നേടിക്കഴിഞ്ഞാലും എത്ര സമ്പത്ത് ഉണ്ടായിക്കഴിഞ്ഞാലും അവൻ സന്തോഷത്തോടെ ഇരിക്കുക. അതുപോലെ അതിലുള്ള മറ്റൊരു എനർജിയാണ് ഒരു വ്യക്തിയെ മറ്റൊരാൾ എങ്ങനെ ഫീൽ ചെയ്യുന്നു. ആ എനർജിയുടെ അടിസ്ഥാനത്തിൽ വേണം അദ്ദേഹം ഫേമസ് ആകുമോ, ഇനി അതല്ല അദ്ദേഹം വലിയ അറിയപ്പെടുന്ന വ്യക്തിയാകുമോ, അങ്ങനെയൊക്കെയുള്ളത്. അപ്പോൾ ഭാഗ്യ നമ്പർ, ഒരു പേരിൽ ഭാഗ്യ നമ്പർ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. അദ്ദേഹത്തിന് വ്യക്തിയെ തന്നെ എങ്ങനെ ഫീൽ ചെയ്യുന്നു, അവരെ മറ്റുള്ള ആൾക്കാർ എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. ഭാഗ്യമുള്ളൊരു എനർജി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാരിയറിൽ അവർ സമ്പത്തുണ്ടാക്കും. ഒരുപക്ഷെ അവർക്കും സന്തോഷം ഉണ്ടാവില്ല, അവരെ കൊണ്ട് മറ്റുള്ളവരെയും സന്തോഷമില്ലാത്ത അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഭാഗ്യം ഉണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് പോകും. അപ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്കിന് പോകേണ്ട സമയമായി. ബ്രേക്കിന് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം.